ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രഷ് ജോബ്സ്. ഫ്രഷ് ജോബ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിൽ നമ്മൾ വിദേശത്ത് അവൈലബിൾ ആയിട്ടുള്ള തൊഴിലവസരങ്ങളെയാണ് പരിചയപ്പെടുത്തുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ദുബായ് എയർപോർട്ടിലേക്കും സെർക്കോ ഗ്രൂപ്പിലേക്കുമുള്ള വേക്കൻസികളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ജെന്യുവൻ ജോബ് അപ്ഡേറ്റ്സ് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വൈകിക്കാതെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമ്മൾ നോക്കുന്നത് ദുബായ് എയർപോർട്ടിലേക്കുള്ള വേക്കൻസിയാണ്. ഫോർകാസ്റ്റിംഗ് ആൻഡ് കസ്റ്റമർ ഇൻസൈറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ഹെഡിൻ്റെ വേക്കൻസിയാണ് കേട്ടോ ഉള്ളത്. സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമിക്സ്, മാത്തമാറ്റിക്സ് ഓർ ട്രാൻസ്പോർട്ട്, ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഡിഗ്രി ഉള്ള ആളായിരിക്കണം. 5 years എക്സ്പീരിയൻസ് ഉണ്ടാവണം. അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സെർക്കോയിലേക്കുള്ള കുറച്ച് വേക്കൻസികളാണ്. സെർക്കോ എന്ന് പറയുന്നത് ദുബായ് എയർപോർട്ടിലും ദുബായ് വേൾഡ് സെൻട്രലിലും എസെൻഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന, എസെൻഷ്യൽ ഫ്രണ്ട് ലൈൻ സർവീസസ് ഡെലിവറി ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. ആദ്യത്തെ വേക്കൻസി വരുന്നത് എയർ ട്രാഫിക് കൺട്രോൾ ഓഫീസർ ടവർ എന്നാണ്. അതിൻ്റെ ജോബ് ID 66062 ആണ്. ലൊക്കേഷൻ വരുന്നത് ദുബായ് ആണ്. അതിൻ്റെ റിക്വയർമെൻറ്റ്സ് പറയുന്നത് മിനിമം 5 years എങ്കിലും ടോട്ടൽ എക്സ്പീരിയൻസ് എയർഡ്രോം റേറ്റിംഗിൽ ഉണ്ടാവണം എന്നാണ്. ഒരു മേജർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എയർഡ്രോം റേറ്റിംഗ് 3 year എക്സ്പീരിയൻസ് ഉണ്ടാവണം. ICAO ഇംഗ്ലീഷ് ലെവൽ 4 ഉണ്ടാവണം. വാലിഡ് ആയിട്ടുള്ള ATC മെഡിക്കൽ ഉണ്ടാവണം കേട്ടോ. അടുത്തത് എയർ ട്രാഫിക് കൺട്രോൾ ഓഫീസർ അപ്രോച്ച് എന്നാണ് തന്നേക്കുന്നത്. അതിൻ്റെ ജോബ് ID വരുന്നത് 66042 ആണ്. ലൊക്കേഷൻ ദുബായ് തന്നെയാണ്. അതിൻ്റെയും ക്വാളിഫിക്കേഷൻസ് ആദ്യം പറഞ്ഞതിന് സിമിലർ ആയിട്ടാണ് തന്നേക്കുന്നത്. അടുത്ത പോസ്റ്റ് വരുന്നത് എയർ ട്രാഫിക് കൺട്രോൾ ഓഫീസർ ടവർ എന്ന് തന്നെയാണ്. അതിൻ്റെ ജോബ് ID 66041 ആണ്. ലൊക്കേഷൻ ഇത് വരുന്നത് ദുബായ് ആണ്. അതിൻ്റെയും റിക്വയർമെൻറ്റ്സ് നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെയാണ് കേട്ടോ. ഇനി അടുത്ത വേക്കൻസി വരുന്നത് സ്പെഷ്യൽ എയർപോർട്ട് സിസ്റ്റംസ് ഓർ ELV സിസ്റ്റംസിലേക്കുള്ള ടെക്നീഷ്യൻ്റെ പോസ്റ്റിലേക്കാണ്. അതിൻ്റെ ജോബ് ID എന്ന് പറയുന്നത് 107861. ലൊക്കേഷൻ വരുന്നത് ദുബായ് ആണ്. ഹൈസ്കൂൾ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. ഇലക്ട്രോണിക് സിസ്റ്റം മെയിൻ്റനൻസിലുള്ള ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ ഉണ്ടാവണം. ELV മെയിൻ്റനൻസ് എൻവയോൺമെൻറ്റിലോ ഇലക്ട്രോണിക്സിലോ ഉള്ള 6 years എക്സ്പീരിയൻസ് ഉണ്ടാവണം. MS ഓഫീസ് അറിയണം. വാലിഡ് ആയിട്ടുള്ള UAE ലൈസൻസ് ഉണ്ടാവണം. IOSH വർക്കിംഗ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം കേട്ടോ. അടുത്ത വേക്കൻസി ടാലൻറ്റ് അക്വിസിഷൻ മാനേജറിൻ്റേതാണ്. ജോബ് ID തന്നിട്ടുള്ളത് 161534 എന്നാണ്. അതിൻ്റെ ലൊക്കേഷൻ ദുബായ് ആണ് കേട്ടോ. മിനിമം 7 years എക്സ്പീരിയൻസ് ഉണ്ടാവണം. മിഡിൽ ഈസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടാവണം. പിന്നെ ലെവൽ A&B സൈക്കോമെട്രിക് ക്വാളിഫൈഡ് ആയിരിക്കണം. ഓപ്പറേഷണൽ എക്സലൻസ് ട്രെയിനിങ് ഉള്ള ആളായിരിക്കണം കേട്ടോ. അടുത്ത പോസ്റ്റും ടാലൻറ്റ് അക്വിസിഷൻ മാനേജർ തന്നെയാണ്. ട്രാൻസ്പോർട്ട് ആൻഡ് കോർപ്പറേറ്റ് എന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ ജോബ് ID വരുന്നത് 180942 ആണ്. ലൊക്കേഷൻ ദുബായ് ആണ്. അതിൻ്റെ ക്വാളിഫിക്കേഷനും റിക്വയർമെൻറ്റ്സും നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് കേട്ടോ. അടുത്തത് HR ഗവേണൻസ് ലീഡ് എന്നാണ് തന്നിരിക്കുന്നത്. ഇതൊരു 3 months ഫിക്സഡ് ടേമിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു ജോബ് വേക്കൻസിയാണ് കേട്ടോ. ഈ പോസ്റ്റിൻ്റെ ജോബ് ID വരുന്നത് 181681 എന്നാണ്. ലൊക്കേഷൻ ദുബായ് ആണ്. ബിസിനസ് മാനേജ്മെൻറ്റിലോ ഹ്യൂമൻ റിസോഴ്സിലോ ഉള്ള ഡിഗ്രി ഉണ്ടാവണം. കോർപ്പറേറ്റ് HR എൻവയോൺമെൻറ്റിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവണം. മിഡിൽ ഈസ്റ്റ് എംപ്ലോയ്മെൻറ്റ് ലോസിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസിലുള്ള ഒരു എക്സ്പീരിയൻസും കൂടെ വേണം കേട്ടോ. ഇനി അടുത്തത് പവർ ഡിസ്ട്രിബ്യൂഷനിലേക്കുള്ള ടെക്നീഷ്യൻ്റെ പോസ്റ്റാണ്. അതിൻ്റെ ജോബ് ID വരുന്നത് 107922 ആണ്. ലൊക്കേഷൻ ദുബായ് ആണ് കേട്ടോ. ഇനി ഇലക്ട്രിക്കൽ മെയിൻ്റനൻസിലുള്ള 3 year ഡിപ്ലോമ ഉണ്ടാവണം. IOSH വർക്കിംഗ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. UAE ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളായിരിക്കണം. പവർ ഡിസ്ട്രിബ്യൂഷൻ റിലേറ്റഡ് എൻവയോൺമെൻറ്റിലുള്ള 6 years എക്സ്പീരിയൻസ് ഉണ്ടാവണം. ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻ്റ് ആയിരിക്കണം. അതുപോലെ MS ഓഫീസും അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത പോസ്റ്റ് റിക്രൂട്ടറുടേതാണ്. അതിൻ്റെ ജോബ് ID വരുന്നത് 157201 എന്നാണ്. ലൊക്കേഷൻ പറയുന്നത് ദുബായ് തന്നെയാണ് കേട്ടോ. ഡയറക്റ്റ് സോഴ്സിങ്ങിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവണം. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടാവണം. MS ഓഫീസൊക്കെ നന്നായിട്ട് അറിയണം. UAE വിസ പ്രോസസ്സിനെ കുറിച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം കേട്ടോ. ഇനി അടുത്ത പോസ്റ്റ് പറയുകയാണെങ്കിൽ സീനിയർ ഓപ്പറേഷൻസ് ആൻഡ് ഗസ്റ്റ് എക്സ്പീരിയൻസ് മാനേജർ എന്നാണ്. അതിൻ്റെ ജോബ് ID വരുന്നത് 168241. ലൊക്കേഷൻ അബുദാബിയാണ്. എയർപോർട്ട് ഓപ്പറേഷൻസിനെ കുറിച്ച് റെലവൻ്റ് ആയിട്ടുള്ളൊരു നോളജ് ഉണ്ടാവണം.
എയർപോർട്ട് ഓപ്പറേഷൻസിൽ ലീഡർഷിപ്പ് റോളിൽ ഒരു 10 years പ്ലസ് എക്സ്പീരിയൻസ് ഉണ്ടാവണം. ബേസിക് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത്. എയർപോർട്ട് ഓപ്പറേഷൻസിൻ്റെ ഫിനാൻഷ്യൽ ആൻഡ് കൊമേഴ്ഷ്യൽ ആസ്പെക്ട്സിൽ ഒരു ബേസിക് നോളജ് ഉണ്ടാവണം. ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിരിക്കണം. അറബിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും. ഇനി അടുത്ത പോസ്റ്റ് വരുന്നത് പ്രൊപ്പോസിഷൻസ് ആൻഡ് സൊല്യൂഷൻ അനലിസ്റ്റ് എന്നാണ്. അതിൻ്റെ ജോബ് ID 172025, ലൊക്കേഷൻ ദുബായ് ആണ്. ഡിഗ്രിയാണ് പറയുന്നത് ക്വാളിഫിക്കേഷൻ. ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിരിക്കണം. അറബിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അത് പ്ലസ് ആയിരിക്കും. 3 years എക്സ്പീരിയൻസ് ഉണ്ടാവണം. അടുത്തത് ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ എന്നാണ്. അതിൻ്റെ ജോബ് ID 183783, ലൊക്കേഷൻ ദുബായ് തന്നെയാണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിലുള്ള ഡിഗ്രി ഹോൾഡേഴ്സിനാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. മെയിൻ്റനൻസ് റോളിൽ ഒരു 5 years എക്സ്പീരിയൻസ് ഉണ്ടാവണം. UAE ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാവണം കേട്ടോ. അടുത്ത പോസ്റ്റ് റിലയബിലിറ്റി എഞ്ചിനീയറിൻ്റേതാണ്. അതിൻ്റെ ജോബ് ID 183784, ലൊക്കേഷൻ ദുബായ് ആണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിലുള്ള ഡിഗ്രി ഉണ്ടാവണം. 5 year എക്സ്പീരിയൻസ് വേണം. ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻ്റ് ആയിരിക്കണം. സിസ്റ്റം നോളജും ഉണ്ടാവണം. ഓക്കെ. അടുത്ത വേക്കൻസി ELV സിസ്റ്റംസ് ടീം ലീഡറിൻ്റേതാണ്. ജോബ് ID വരുന്നത് 183786 എന്നാണ്. ലൊക്കേഷൻ ദുബായ് തന്നെയാണ് കേട്ടോ. IT-ലോ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിലോ ഉള്ള ഡിഗ്രിയോ ഡിപ്ലോമ ഹോൾഡേഴ്സിനോ അപ്ലൈ ചെയ്യാം. ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വാലിഡ് ആയിട്ടുള്ള UAE ലൈസൻസ് ഉള്ള ഒരാളായിരിക്കണം. 3 years എക്സ്പീരിയൻസും ഉണ്ടാവണം. അടുത്തത് ELV ടെക്നീഷ്യൻ്റെ പോസ്റ്റിലേക്കുള്ള വേക്കൻസിയാണ്. ജോബ് ID വരുന്നത് 183781 എന്നാണ്. ലൊക്കേഷൻ ദുബായ് തന്നെയാണ് കേട്ടോ. അതിൻ്റെ ക്വാളിഫിക്കേഷണൽ റിക്വയർമെൻറ്റ്സ് നോക്കുവാണെങ്കിൽ ഇലക്ട്രിക്കലിലോ ഇലക്ട്രോണിക്സിലോ എഞ്ചിനീയറിങ്ങിലോ ഉള്ള ഡിപ്ലോമയോ ഡിഗ്രിയോ വേണം. 5 years എക്സ്പീരിയൻസ് ഉണ്ടാവണം. ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിരിക്കണം. ഗുഡ് IT സ്കിൽസ് എന്നാണ് തന്നേക്കുന്നത്. അടുത്തത് നോക്കുവാണെങ്കിൽ ELV സിസ്റ്റംസ് എഞ്ചിനീയർ എന്നാണ്. അതിൻ്റെ ജോബ് ID 183782, ലൊക്കേഷൻ വരുന്നത് ദുബായ് ആണ്. ഇലക്ട്രിക്കലിലോ ഇലക്ട്രോണിക്സിലോ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിങ്ങിലോ ഉള്ള ഒരു ഡിഗ്രി ഉണ്ടാവണം. ഹാൻഡ്സ് മെയിൻ്റനൻസ് വർക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ടാവണം. 5 years എങ്കിലും മിനിമം എക്സ്പീരിയൻസ് വേണം കേട്ടോ. ഇനി അടുത്തത് സ്റ്റോർമാൻ്റെ വേക്കൻസിയാണ്. ജോബ് ID വരുന്നത് 184041 എന്നാണ്. ലൊക്കേഷൻ അബുദാബിയാണ്. ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടാവണം. 3 years എക്സ്പീരിയൻസ് സിമിലർ ഫീൽഡിലുണ്ടാവണം. ബേസിക് കമ്പ്യൂട്ടർ നോളജ് ഉണ്ടാവണം. മൈക്രോസോഫ്റ്റ് ഓഫീസും ഇൻ്റർനെറ്റ് ഔട്ട്ലുക്കൊക്കെ അറിയാവുന്ന ആളായിരിക്കണം. FSI കൺസെപ്റ്റിൽ എക്സ്പീരിയൻസ് ഉണ്ടാവണം. അടുത്തത് ഹെഡ് ഓഫ് യൂസർ എക്സ്പീരിയൻസ് എന്നുള്ള പോസ്റ്റിലേക്കാണ് വേക്കൻസി വരുന്നത്. അതിൻ്റെ ജോബ് ID വന്നിട്ടുള്ളത് 184162 എന്നാണ്. ദുബായ് ആണ് ലൊക്കേഷൻ. സ്ട്രോങ് ആയിട്ടുള്ള UX ഡിസൈൻ ആൻഡ് റിസർച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം. അടുത്ത പോസ്റ്റ് HVAC ടെക്നീഷ്യൻ എന്നാണ്. അതിൻ്റെ ജോബ് ID വരുന്നത് 168726 എന്നാണ്. ദുബായ് തന്നെയാണ് ലൊക്കേഷൻ. മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിലുള്ള ഡിപ്ലോമയോ അതല്ല എന്നുണ്ടെങ്കിൽ വൊക്കേഷണൽ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് HVAC സിസ്റ്റംസിനെ കുറിച്ചിട്ടുള്ള ടെക്നിക്കലായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. 5 years സിമിലർ ഫീൽഡിൽ എക്സ്പീരിയൻസ് വേണമെന്നേ ഉള്ളൂ. നന്നായിട്ട് ഇംഗ്ലീഷ് ഹാൻഡിൽ ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. അടുത്ത വേക്കൻസി അഡ്മിനിസ്ട്രേഷൻ ഓഫീസറിൻ്റേതാണ്. അതിൻ്റെ ജോബ് ID 184442, ലൊക്കേഷൻ വരുന്നത് ദുബായ് ആണ്. ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലോ റിലേറ്റഡ് ഫീൽഡിലോ ഉള്ള ഡിഗ്രിയോ ഡിപ്ലോമയോ ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. സ്പീഡ് ആൻഡ് ആക്യുറേറ്റ് ആയിട്ടുള്ള ടൈപ്പിംഗ് സ്കില്ലുണ്ടാവണം. PC സ്കിൽസ് ഉണ്ടായിരിക്കണം. അതായത് MS ഓഫീസ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. 3 years എക്സ്പീരിയൻസ് ഉണ്ടാവണം. അടുത്തത് പറയുന്നത് BMS ടെക്നീഷ്യൻ്റെ പോസ്റ്റിലേക്കുള്ള വേക്കൻസിയാണ്. അതിൻ്റെ ജോബ് ID വരുന്നത് 168718. അതിൻ്റെ ലൊക്കേഷൻ ദുബായ് ആണ് കേട്ടോ. കമ്പ്യൂട്ടർ നോളജ് ഉണ്ടാവണം. എസ്പെഷ്യലി MS ഓഫീസ് ഉണ്ടാവണം. ഇലക്ട്രിക്കലിലോ ഇലക്ട്രോണിക്സിലോ എഞ്ചിനീയറിങ്ങിലോ ഉള്ള ഡിപ്ലോമ ഹോൾഡേഴ്സിന് അപ്ലൈ ചെയ്യാം. 5 years എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. അടുത്ത പോസ്റ്റ് വരുന്നത് HVAC അസിസ്റ്റൻ്റ് ടെക്നീഷ്യൻ്റേതാണ്. ജോബ് ID 169782 എന്നാണ്. ലൊക്കേഷൻ ദുബായ് തന്നെയാണ് കേട്ടോ. എയർ കണ്ടീഷനിങ് ആൻഡ് റെഫ്രിജറേഷൻ മെയിൻ്റനൻസിലുള്ള ഡിപ്ലോമ ഹോൾഡേഴ്സിനാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. IOSH വർക്കിംഗ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. UAE ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാവണം. 3 years എക്സ്പീരിയൻസ് ഉണ്ടാവണം. ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിരിക്കണം. MS ഓഫീസിനെ കുറിച്ചുള്ള നോളജ് ഉണ്ടാവണം. അടുത്ത വേക്കൻസി വരുന്നത് സിവിൽ സൂപ്പർവൈസറിൻ്റേതാണ്. ജോബ് ID 184481 എന്നാണ്. ലൊക്കേഷൻ വരുന്നത് ദുബായ് ആണ് കേട്ടോ. സിവിൽ എഞ്ചിനീയറിങ്ങിലോ ബിൽഡിംഗ് മെയിൻ്റനൻസ് ക്വാളിഫിക്കേഷനിലുള്ള ഡിപ്ലോമ ഉണ്ടായിരിക്കണം. 3 years എക്സ്പീരിയൻസ് വേണം. ബേസിക് IT സ്കിൽസ് വേണം. അടുത്ത വേക്കൻസി വരുന്നത് സീനിയർ വാല്യൂ പ്രൊപ്പോസിഷൻ ആൻഡ് സൊല്യൂഷൻസ് മാനേജറിൻ്റേതാണ്. അതിൻ്റെ ജോബ് ID തന്നിട്ടുള്ളത് 180061 എന്നാണ്. റിയാദിലേക്കുള്ള പോസ്റ്റാണ് കേട്ടോ. ഡിഗ്രി ഉണ്ടാവണം. ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആയിരിക്കണം. അറബിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. പിന്നെ 3 years എക്സ്പീരിയൻസ് ഉണ്ടാവണം. GCC എക്സ്പീരിയൻസ് വേണം കേട്ടോ. പിന്നെ MS ഓഫീസ് അറിഞ്ഞിരിക്കണം. അടുത്തത് അസിസ്റ്റൻറ്റ് ടെക്നീഷ്യൻ
ഔട്ട്ഡോർ ലൈറ്റിംഗ് എന്നാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ ജോബ് ID വരുന്നത് 185366 എന്നാണ്. ലൊക്കേഷൻ ദുബായ് ആണ് കേട്ടോ. ലോക്കൽ ആൻഡ് ഇൻ്റർനാഷണൽ ഇലക്ട്രിക്കൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് റെഗുലേഷൻസിനെ പറ്റിയുള്ള ഒരു ധാരണയൊക്കെ ഉള്ള ആളായിരിക്കണം. 3 years എക്സ്പീരിയൻസ് ഉണ്ടാവണം. അത്യാവശ്യം നല്ല ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. MS ഓഫീസ് അറിയണം. ഇനി അടുത്തത് ഡ്രൈവർ കം പ്ലാന്റ് ഓപ്പറേറ്റർ എന്നുള്ള പോസ്റ്റിലേക്കുള്ള വേക്കൻസിയാണ് കേട്ടോ. അതിൻ്റെ ജോബ് ID വരുന്നത് 186124 എന്നാണ്. ദുബായ് തന്നെയാണ് ലൊക്കേഷൻ. ഹൈസ്കൂളോ ഹയർ സെക്കൻഡറിയോ ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. UAE ഡ്രൈവിംഗ് ലൈസൻസ് വിത്ത് ക്ലീൻ ഡ്രൈവിംഗ് റെക്കോർഡ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഓഫീസ് സിസ്റ്റംസിനെ കുറിച്ചും ഓഫീസ് അഡ്മിനിസ്ട്രേഷനെ കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാവണം. അറബി അറിയാമെന്നുണ്ടെങ്കിൽ അതൊരു പ്ലസ് ആയിരിക്കും. പിന്നെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടാവണം. 2 വർഷത്തെ UAE ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉണ്ടാവണം. 1 വർഷത്തെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസും ഉണ്ടാവണം. അടുത്തത് അത് ലാസ്റ്റ് പോസ്റ്റാണ്. അസിസ്റ്റൻറ്റ് ടെക്നീഷ്യൻ ഫെസിലിറ്റി മെയിൻ്റനൻസ് ഓർ പ്ലംബിംഗ് എന്നാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ ജോബ് ID വരുന്നത് 186042 എന്നാണ്. ലൊക്കേഷൻ വരുന്നത് ദുബായ് ആണ് കേട്ടോ. 10th ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. ഡിപ്ലോമ ഇൻ പ്ലംബിങ്ങും കൂടെ വേണം. പിന്നെ IOSH വർക്കിംഗ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് വേണം. കറൻ്റ്ലി വാലിഡ് ആയിട്ടുള്ള UAE ഡ്രൈവിംഗ് ലൈസൻസ് വേണം. 3 years എക്സ്പീരിയൻസ് ഉണ്ടാവണം. എയർപോർട്ട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. പിന്നെ ഗുഡ് ഇംഗ്ലീഷ് ആയിരിക്കണം. MS ഓഫീസിനെ കുറിച്ചിട്ടുള്ള ഒരു നോളജും ഉണ്ടാവണം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസീസ്. അപ്പോൾ പറഞ്ഞ ക്വാളിഫിക്കേഷൻസും എക്സ്പീരിയൻസും ഒക്കെ മാച്ചാണ് നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് ത്രൂ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയില്ലെങ്കിൽ മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഒന്നുകൂടെ പറയുകയാണ്, നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.